മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കാഞ്ഞിരംകുളം പൂത്തുളത്ത് വീടിന് നേരെ ആക്രമണം. കാഞ്ഞിരംകുളം സ്വദേശി രാജശേഖരന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കുകളും അക്രമികൾ അടിച്ചു തകർത്തു. സംഭവത്തിൽ കാഞ്ഞിരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു. പ്രദീപ്, എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, ഇന്ന് രാവിലെ 3 മണിയോടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം കാഞ്ഞിരംകുളത്ത് നടന്നത്. വികലാംഗനായ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ടുള്ള രാജശേഖരന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. മുൻവൈരാഗ്യത്തിന്റെ പേരിലാകാമാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്നാണ് പ്രാഥമികമായി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ തരത്തിലുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ അക്രമി സംഘം സൃഷ്ടിച്ചത്. വലിയ തരത്തിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന രാജശേഖരന്റെ ഓട്ടോറിക്ഷ, മകന്റെ ഇരുചക്ര വാഹനം ഉൾപ്പെടെ അക്രമികൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. അതിലുപരി ഇവര് ഈ ഭാഗത്തുള്ള ഈ അക്രമി സംഘം കയ്യിൽ രക്തക്കറ ഉപയോഗിച്ച് വീടിന് സമീപത്തെ ഫ്ലക്സ് ബോർഡുകളും വീട്ടിൽ തന്നെ ഈ പറയുന്ന ചുമരുകളിൽ ഈ രക്തക്കറ പതിപ്പിക്കുകയും കൊലബലി ഭീഷണി മുഴക്കിയിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരും തുടർന്ന് പറഞ്ഞ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസിന് വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുന്ന സമയത്ത് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. ഈ സമയത്ത് രാജശേഖരനും ഭാര്യയും മക്കളും വീടിനുള്ളിൽ മുറിയിൽ അടച്ചിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഇവർ ഇത്തരത്തിൽ അക്രമികളുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു നിഗമനം കൂടി ഉണ്ട്. ദീപ്തി, തിരുവനന്തപുരം കാഞ്ഞിരംകുളത്താണ് വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാഞ്ഞിരംകുളം സ്വദേശിയായ രാജശേഖരന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കുകളും അക്രമികൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ കാഞ്ഞിരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദീപ് പാർശാലയാണ് വിവരങ്ങൾ നൽകിയത്.